നമസ്കാരം. വിവിധ മതങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ചില പ്രത്യേക മിഷനുകളുമായി നിരവധി പേർ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സനാതന ധർമ്മത്തിലേക്ക്, ഹൈന്ദവ മതവിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ ഹിന്ദു മതത്തിലേക്ക് അത്തരത്തിൽ ഒരു മിഷനറി പ്രവർത്തനമൊന്നും നടക്കുന്നില്ല. അതിൻ്റെ സാംസ്കാരികതയും അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ അവസ്ഥയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആളുകൾ പലപ്പോഴും ആ മതത്തിലേക്ക് എത്തുന്നത്. ഹിന്ദു മിഷൻ പ്രചാരകരായി ആരും ഇതുവരെ ഔദ്യോഗികമായി രംഗത്ത് വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ക്രിസ്ത്യൻ, മുസ്ലിം മതപ്രചാരകരായി നിരവധി പേർ ഇന്ത്യയിൽ എത്തിയിരുന്നു. ഇന്ത്യയിൽ ഇപ്പോഴും പല കേന്ദ്രങ്ങൾ അത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനൊക്കെ തന്നെ ഒരു സഹിഷ്ണുതാപരമായ ഒരു സമീപനമാണ് ഇന്ത്യൻ ഭരണഘടനയും ഒക്കെ തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് അമേരിക്കയിൽ ആയിരക്കണക്കിന് പേരാണ് ജയിലുകളിൽ തടവറയിൽ കഴിയുന്നത്. ഈ ജയിലുകളിൽ തടവറയിൽ കഴിയുന്ന പലരും ഇസ്ലാം മതം സ്വീകരിക്കുന്നു എന്നുള്ള, അതായത് ജയിലിൽ കഴിയുന്ന കൊടും കുറ്റവാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ, വെറുതെ ആരെയും പിടിച്ച് ജയിലിലിടുകയില്ലല്ലോ, കൊടും കുറ്റവാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നതായുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ഏത് മതവും സ്വീകരിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യം അവനവനുണ്ട്. പക്ഷേ ഈ ജയിലിൽ കിടക്കുന്നവർ ഈ മതം സ്വീകരിക്കുമ്പോൾ അതാണ് ഒരു സാമൂഹ്യ വിഷയമായിട്ട് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടുന്നത്. അമേരിക്കയിലെ ജയിലുകളിൽ ഏറ്റവും വേഗത്തിൽ ഇസ്ലാം മതം പ്രചരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അമേരിക്കയിലെ ജയിലുകളിൽ 10,000-കണക്കിന് തടവുകാർ ഓരോ വർഷവും ഇസ്ലാം സ്വീകരിക്കുന്നു എന്ന് CBS ന്യൂസ് എന്ന മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മതപ്രചാരത്തിന്റെ അല്ലെങ്കിൽ മതപ്രചാരണ വേലയുടെ പ്രധാനപ്പെട്ട ഭാഗം ജയിലുകളിൽ കേന്ദ്രീകരിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം അവിടെ ബാക്കിയാണ്. അല്ലെങ്കിൽ ആ ചോദ്യം ചോദിക്കണം. ജയിലുകളിൽ കിടക്കുന്നവരെ മതം മാറ്റുന്നത് എന്തിനാണ്? കാരണം കൊടും കുറ്റവാളികളെയും ക്രിമിനലുകളെയും മതം മാറ്റി അവരെ സന്മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണോ, അതോ ഇനിയിപ്പോൾ ലോക സമാധാനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ മനസ്സുള്ളവരെ ആ രീതിയിൽ ക്രമീകരിച്ചെടുക്കുകയാണോ എന്നുള്ള രണ്ട് ചോദ്യങ്ങൾക്ക് ഈ മതപ്രചാരകർ ഒരു വേള മറുപടി പറയേണ്ടി വരും. തടവുകാർക്ക് ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൽ വിദൂര പഠന പരിപാടി വാഗ്ദാനം ചെയ്യുന്ന അമേരിക്കയിലെ ഒരു സംഘടനയാണ് തൈബ ഫൗണ്ടേഷൻ. തൈബ ഫൗണ്ടേഷൻ എന്ന സംഘടനയാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് അവരെ, ഈ തടവുകാരെയൊക്കെ തന്നെ. സംഘടനയുടെ സ്ഥാപക ഡയറക്ടർ റാമി നസൂർ എന്ന വ്യക്തിയാണ് മിക്ക ദിവസങ്ങളിലും ഇസ്ലാം ആചരിക്കുന്നതിന് മാർഗനിർദ്ദേശം തേടുന്ന കത്തുകൾ ലോകമെമ്പാടുമുള്ള തടവുകാരിൽ നിന്ന് തനിക്ക് വരാറുണ്ട് എന്നാണ് ഇയാൾ പറയുന്നത്. ഇതുവരെ തൈബ ഫൗണ്ടേഷൻ 13,000-ലധികം വ്യക്തികൾക്ക് ഈ മത സേവനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവരിൽ 90% പേരും ഇസ്ലാം മതം സ്വീകരിച്ചു. അവരിൽ ഭൂരിഭാഗവും ജയിലുകളിൽ ഉള്ള കൊടും കുറ്റവാളികൾ ആയിരുന്നു അല്ലെങ്കിൽ ആണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ജയിലിൽ കഴിയുന്നവർ വിശ്വാസത്തിനുള്ളിൽ ആളുകൾ ആത്മീയ സ്വാതന്ത്ര്യം കണ്ടെത്തുന്നു എന്നൊക്കെയാണ് നസൂർ അവകാശപ്പെടുന്നത്. ഇസ്ലാം മതത്തിലൂടെ ആത്മീയ സ്വാതന്ത്ര്യം കണ്ടെത്തുന്നു, ആത്മനിർവൃതി അടയുന്നു എന്നൊക്കെ പറയാമെങ്കിലും ഇവരെ ഏതെങ്കിലും തരത്തിൽ പരിശീലിപ്പിച്ചെടുക്കുകയോ തുടർന്നുള്ള ഭീകരവാദ മത തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ പ്രാപ്തമാക്കിയെടുക്കുകയോ ചെയ്യാനുള്ള ഉദ്ദേശമാണ് എന്ന് വാദിക്കുന്നവരും ഉണ്ട്. കൂട്ടക്കൊലപാതകത്തിന് 30 വർഷം തടവിനെ ശിക്ഷിക്കപ്പെട്ട അമേരിക്കൻ തടവുകാരൻ മുഹമ്മദ് അമിൻ ആൻഡേഴ്സൺ 2 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ഇസ്ലാം സ്വീകരിച്ചു. പല കാരണങ്ങളാൽ താൻ ഇസ്ലാം മതം സ്വീകരിച്ചു, ആത്മീയ സ്വാതന്ത്ര്യമാണ് പ്രധാനം എന്നൊക്കെ അയാളും പറയുന്നു. മറ്റു വിശ്വാസങ്ങളെ കുറിച്ച് പഠിക്കാൻ സമയം ചെലവഴിച്ചു, പക്ഷേ തനിക്ക് ഇസ്ലാം മതത്തിൽ ആണ് വിശ്വസിക്കാൻ തനിക്ക് തോന്നിയത് എന്നൊക്കെയാണ് ഈ മുഹമ്മദ് ആൻഡേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത്. ഇതിപ്പോൾ വലിയ ചർച്ച ചെയ്യേണ്ട ഗുരുതരമായ ഒരു വിഷയമൊന്നുമല്ല. എങ്കിലും ലോകൈകമായി നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഉള്ള നടപടികളെ നമുക്ക് സംശയദൃഷ്ടിയോടുകൂടി നോക്കിക്കാണേണ്ടി വരും. കാരണം ജയിലുകൾ കേന്ദ്രീകരിച്ച് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ സർക്കാരിന്റെ അനുമതിയോടെ കേരളത്തിലും അതുപോലെ ഇന്ത്യയിലും ഒക്കെ നടത്തുന്നുണ്ട്. അത് ജയിൽ പുള്ളികളുടെ, ജയിലിൽ വസിക്കുന്നവരുടെ അവരുടെ മാനസികോല്ലാസത്തിനും അവർക്ക് പ്രാർത്ഥനകൾ, അതത് മതവിശ്വാസത്തിന്റെ പ്രാർത്ഥനകളിൽ മുഴുകാനും അവർക്ക് ജോലി ചെയ്ത് അവർക്ക് പണം സമ്പാദിക്കാനുമുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഇസ്ലാം മതം സ്വീകരിക്കുക എന്നുള്ള ഒറ്റ ആശയം മുൻനിർത്തിക്കൊണ്ട് ജയിലുകളിൽ പ്രവർത്തനം നടത്തുന്ന രീതിയെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ സംശയത്തോടെ മാത്രമേ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ആദ്യം സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സംഗതി അല്ലെങ്കിൽ ഈ ഒരു സംഭവം മറുപടി നൽകേണ്ടതുണ്ട്. ഇത്തരത്തിൽ ക്രിമിനൽ വൽക്കരണത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ കൊടും ക്രിമിനലുകളെ ഇസ്ലാമിക വൽക്കരിച്ച് അവരെ കൂടുതൽ മേഖലകളിലേക്ക്, മത തീവ്രവാദത്തിന്റെ മേഖലകളിലേക്ക് നടത്താനുള്ള ഉദ്ദേശമാണോ, അതോ ഇവരെ മാനസാന്തരപ്പെടുത്തി അല്ലെങ്കിൽ മറ്റു മതങ്ങളൊക്കെ തന്നെ മോശമാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് ഇവരെ ഇവരുടേതായ രീതിയിലുള്ള ഇസ്ലാം വിശ്വാസികളുടെ എണ്ണം കൂട്ടാനുള്ള ഏതെങ്കിലും ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണോ ഇത് എന്നുള്ള
കാര്യമാണ്. ഈ 2 ചോദ്യങ്ങളാണ് ഇപ്പോൾ സംശയാസ്പദമായി നിലകൊള്ളുന്നത്. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.